അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ വാർത്തകളും തമ്മിൽ കൂട്ടി വായിച്ചപ്പോഴൊക്കെ ഞാൻ പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ നമ്മുടെ എന്റെ ജീവിതത്തില് ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു മനുഷ്യൻ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? എന്റെയും നിങ്ങളുടെയും ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഒരു പക്ഷേ നമ്മളൊക്കെ ഇന്ന് കിടക്കാൻ പോയിട്ട് നാളെ ഒരു ഉണരുന്നോ വീഴുകയോ നമുക്കൊരു ഉറപ്പുമില്ലാത്തൊരു ജീവിതം. എന്ത് ഒരു ഉറപ്പുമില്ല. ആ കരിമണ്ണയിൽ മരിച്ചു എന്ന് പറഞ്ഞ ചേട്ടൻ, ആ ചേട്ടൻ മരിച്ചത് രാവിലെ ചായ കടയിൽ പോയി ചായ കുടിച്ചിട്ട് അദ്ദേഹം ബൈക്കിലേക്ക് കയറുമ്പോൾ ഒരു മറിഞ്ഞു വീഴുകയും ചെയ്തു. ആശുപത്രി എത്തിച്ചെങ്കിലും മരിച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പോ ഇത്രയൊക്കെയുള്ള നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഞാൻ നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒരുങ്ങി തന്നെ ജീവിക്കേണ്ട മനുഷ്യരാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരുങ്ങി ജീവിക്കുക എന്ന് പറയുമ്പോൾ പേടിച്ച് ജീവിക്കേണ്ടവരല്ല, മറിച്ച് ഏത് നിമിഷത്തിന് എന്ത് സംഭവിച്ചാലും, എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ഒന്നും എന്നെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമല്ല, മറിച്ച് ഞാൻ ദൈവത്തോടു കൂടി ആണെങ്കിൽ അതിനെ നേരിടുവാനൊരു ശക്തി ദൈവത്തിലേക്ക് തരുന്നതിനുള്ള ബോധത്തോടു കൂടി എപ്പോഴും ദൈവിക ചിന്തകളിലും നന്മ പ്രവൃത്തികളിലും ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയും, അതാണ് ഇന്ന് വചനത്തിൽ വായിച്ചു കേട്ട വചനത്തിന്റെ അവസാനത്തിൽ കർത്താവ് പറയുന്നത്, നീയും പോയി അതുപോലെ ചെയ്യുക എന്ന്. അതായത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ദൈവം പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന്. നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക. ആ നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ, മറ്റുള്ളവർ നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ഞാൻ ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമാകുന്ന മനുഷ്യനാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ജീവിച്ചാൽ ദൈവത്തിന്റെ പ്രീതിക്ക് ഞാൻ പാത്രമാകും. പിന്നീട് എന്ത് സംഭവിച്ചാലും എനിക്ക് ഭയപ്പെടേണ്ടതിന്റെ ആവശ്യം